ഇനി നമുക്ക് കുറച്ച് സാമ്പാർ ഉണ്ടാക്കാം. അതിനാവശ്യത്തിനുള്ള കഷ്ണങ്ങളെല്ലാം അരിഞ്ഞ് അതിലേക്ക് നമുക്ക് കൊച്ചുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് തുമര എടുക്കുക, അത് കഴുകി അതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന്, എന്നിട്ട് കുറച്ച് കായം ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കതിലേക്ക് കുറച്ച് വെള്ളം ആവശ്യത്തിന് ഒഴിച്ച് കൊടുക്കുക. നമുക്ക് അടച്ച് വെക്കാം. അടച്ചിട്ട് നമുക്ക് ഗ്യാസ് കത്തിച്ച് എന്നിട്ട് കുക്കറിനകത്ത് വെക്കാം. 2 വിസിലോടെ നമുക്ക് ഇത് ഓഫ് ചെയ്യാം. നമുക്ക് ഓഫ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് കടുക് വറുക്കാനായിട്ട് നമുക്ക് കുറച്ച് കൊച്ചുള്ളി അരിഞ്ഞ് വെക്കാം. എന്നിട്ട് സാമ്പാർ പൊടി എടുക്കുക. ഒരു പാത്രത്തിനകത്ത് നമുക്ക് കുറച്ച് മുളക് പൊടി ആവശ്യത്തിന്, കുറച്ച് മല്ലിപ്പൊടി എടുക്കുക. എന്നിട്ട് നമുക്ക് ചീനിച്ചട്ടി എടുത്ത് തീ കത്തിച്ച ശേഷം പാത്രം ചൂടായ ശേഷം നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായ ശേഷം നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നമുക്ക് ഇട്ട് കൊടുത്ത ശേഷം കടുക് ഒന്ന് പൊട്ടിക്കഴിഞ്ഞ് നമുക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ച കൊച്ചുള്ളി ഇട്ട് കൊടുക്കാം. കൊച്ചുള്ളി ഇട്ട് ഇളക്കിയിട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മൂത്ത ശേഷം നമുക്ക് അതിലേക്ക് നമ്മൾ എടുത്ത് മാറ്റി വെച്ച പൊടി ഇട്ട് കൊടുക്കാം. പൊടി ഇട്ട് നല്ലപോലെ ഇളക്കി അതൊന്നും നല്ല രീതിയിലൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് പിഴുപുളി വെള്ളം ഒഴിച്ച് കൊടുക്കാം. പിഴുപുളി വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ആ അരപ്പ് നമുക്ക് നേരത്തെ വാങ്ങി വെച്ച കുക്കറിലേക്ക് അത് തുറന്ന് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് ഈ അരപ്പ് വെച്ചത് നമുക്ക് ഒഴിച്ച് കൊടുത്ത ശേഷം കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് ആ അരപ്പ് മുഴുവനും നമുക്ക് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലതുപോലെ തിളയ്ക്കണം. തിളച്ചൊന്ന് കുറുകി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ സാമ്പാർ റെഡിയാവും. അതിനിടയ്ക്ക് നമുക്ക് കുറച്ച് കരിയാപ്പിലയും കൂടി വിതറി കൊടുക്കാം. കരിയാപ്പില ഇട്ട് ഒന്ന് തിളപ്പിച്ച് എന്നെടുത്ത് ഒന്ന് കുറുകി വരുമ്പോഴത്തേക്ക് നമ്മുടെ സാമ്പാർ തയ്യാറായി.